അന്ധനായ എന്നെ സഹായിക്കണേ. നിങ്ങളുടെയൊക്കെ കാരുണ്യമുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണത്തിനുള്ള വകയുണ്ടാവും. കാഴ്ചയില്ലാത്ത എന്തെങ്കിലും തരണേ. വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കഴിക്കാൻ. കണ്ടു കാണാൻ പറ്റാത്ത എന്നെ സഹായിക്കണേ. എന്തെങ്കിലും തരണേ. എന്നെ സഹായിക്കണേ. കൂടാരപ്പെരുന്നാളിന്റെ കൊടിയേറിയപ്പോൾ തന്നെ ശുഭലക്ഷണം. പൊടിമഴയൊന്ന് ചാറിയോ? ലക്ഷണം കണ്ടിട്ട് കാര്യങ്ങൾ പൊടിക്കുമെന്നാണ് തോന്നുന്നത്. ഭണ്ഡാരപ്പെട്ടികൾ നിറഞ്ഞു കവിഞ്ഞു. കാര്യത്തിന്റെ ആ ബുദ്ധിയും നമ്മുടെ ആ സിദ്ധിയും അങ്ങ് ചേർന്നാൽ സംഗതി ലളിതം, ഭദ്രം, സുഗമം. കാരണം വിശ്വാസത്തിനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥൻ ഈയുള്ളവൻ ദൈവപ്രീതിക്ക് സമർപ്പിക്കുവാനുള്ള കാഴ്ചവസ്തുക്കളുടെ കലവറക്കാരൻ നിങ്ങൾ. നമ്മൾ രണ്ടാളുമങ്ങ് ചേർന്നാൽ ഇക്കാലം അത്രയും വ്യാപാരം മുന്നോട്ടായിരുന്നല്ലോ. നാളെ വെള്ളി തീർക്കാൻ കൂലിക്ക് അമ്മ വെക്കണമായിരുന്നു. ചക്രം കൈവിട്ടു പോകുമെന്നാണല്ലോ റബി എന്നെ ഒരു ശങ്ക. എന്താണ് കാര്യമെന്ന് മറ്റേ വളർത്തിയിട്ടില്ലാതെ തെളിച്ചു പറയൂ. ആ തച്ചൻ ഔസേപ്പിന്റെ മകൻ ചില്ലറ മന്ത്രതന്ത്രങ്ങളുമായി ഈ വഴികളിലൊക്കെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ പ്രധാന എതിരാളികൾ നമ്മളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആളുകൾ പിരിവെടുത്തു തുടങ്ങിയിരിക്കുന്നത് കണ്ടിരുന്നുണ്ടോ? വേശ്യകൾക്കും തെരുവുതണ്ടുകൾക്കും വേദാന്തം ഒതുന്ന ആ പെരുവഴി സിദ്ധന് നമ്മുടെ ദേവാലയത്തിൽ എന്താണ് കാര്യം? അതാണ് നമുക്കും മനസ്സിലാകാത്തത്. അങ്ങനെ കാഴ്ചയില്ലാത്തവരാണ് സഹോദര. എന്തെങ്കിലും തരണേ. അമ്പടാ, നിന്റെ കീഴിൽ ഇത്രയും നാണയമോ? അയ്യോ വിഷയം തട്ടിപ്പറിക്കില്ലേ. ഓ, നിനക്കെന്തിനാണ് ഇത്? വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ഇതെന്ന് പോയതാണ്. അത് ദൈവത്തിന്റെ ജോലിയാണ്. എങ്കിലും നീ പറഞ്ഞ സ്ഥിതിക്ക് കടന്നു പോകാത്തതെന്ന് കിന്നാരം പറയുന്നു. ചവിട്ടിതില്ല. അയ്യോ എന്നെ തരല്ലേ. വിശപ്പ് കൊണ്ടുപോയി അവരായപ്പോൾ ഒരു നേരമെങ്കിലും വിശപ്പടക്കാൻ വന്ന് കഴിഞ്ഞിട്ട് പോയതാണ്. ദൈവം ചെയ്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. എന്നെ ഉപദ്രവിക്കരുത്. അത് ന്യായം. വിശപ്പുകൊണ്ട് കൈനീട്ടിയതാണ്. അപ്പോൾ പിന്നെ കാല് നീട്ടുന്നത് എപ്പോഴാണോ? പൗരമുഖ്യ,
പകുതി പോലെ കൊടുത്ത് പള്ളിയിറക്കം തന്നെ ശരണം. മൂടാറ് പെരുന്നാളിന് ദേവാലയത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കണികളിരിക്കുന്നതാവും ഈ പൊട്ടക്കണ്ണനെ. മേലാൽ ഇവനെ വഴിക്കകത്ത് കൊണ്ടുപോകരുത്. ഇവൻ കാരണം നമ്മൾ വെറുതെ വഴക്ക് കേട്ടു. മാറിയിരിക്കണം അങ്ങോട്ട്. നിന്നെ തല്ലി തല്ലി ഞങ്ങൾ മടുത്തു. നിനക്ക് യാതൊരു മാറ്റവുമില്ല. അതെ, മാറ്റമില്ലാത്ത ഒന്ന് എന്നിലുണ്ട്. വിശപ്പ് തീരെ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ വിലക്കുകളെ ഞാൻ ബോധപൂർവ്വം മറക്കുന്നു. ഓരോ ആവശ്യവും വർദ്ധനമേറ്റ് പൊഴിയുമ്പോൾ വിശന്ന് വരഞ്ഞു മരിച്ചാലും ഇവിടെ വരരുതെന്ന് ഞാൻ കരുതും. പക്ഷേ വിശപ്പ് അതൊരു സത്യമാണ്. ആ സത്യത്തിന്റെ കാരണം ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങളിലെ ക്രൂരതകളെ ഞാൻ മറക്കുന്നു. ഇവിടെ വരിക എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു. വേണമെന്നും വേണ്ട, മേലാണെന്നോ പറഞ്ഞത് കേട്ടല്ലോ, അനുസരിച്ചാൽ മതി. നീ മറ്റെവിടെയെങ്കിലും പോയി വിഷയത്തിൽ ജീവിക്ക്. ഇവിടെ വിഷയാക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ മർദ്ദിച്ചത് അവശേഷമാക്കിയാൽ ഞാൻ ഇവിടെ വിട്ട് എങ്ങും പോകില്ല. അഥവാ എനിക്ക് പോകാനാവില്ല. നീ ഒരു കുരുടനാണെന്ന കാര്യം മറക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം. അതെ, ആ ഒരു കുറവ് എനിക്കുള്ളൂ. കാഴ്ചയെന്നത് അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തിലെ ഒരു സാമാന്യ പൗരനുള്ള മൗലികാവകാശങ്ങൾ നിഷേധിക്കുവാൻ ആർക്കാണ് അധികാരം? ആർക്കാണ് അധികാരം? അധികാരം ഞങ്ങൾക്കല്ല, പിന്നെയോ മേലാളന്മാരായ പുരോഹിതമുഖ്യനും പൗരപ്രമുഖനുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതെ, അതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു പാരമ്പര്യ രീതി. അതെ, ആ പാരമ്പര്യം ഏൽപ്പിച്ചു തന്ന വിശ്വാസ വൈവിധ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുവാൻ ഒരുവനുണ്ടായിരിക്കുന്നു. ആര്? നീയോ? ചിരിക്കണ്ട, സത്യമാണ്. ഒരുവനുണ്ടായിരിക്കുന്നു. ഒരു ദിനം അവനെതിരെ വരും. നിങ്ങൾ പാപികളെ നാട്ടിൽ വായിച്ച് അനേകരെ അവൻ ആശ്വസിപ്പിക്കും. ദുഃഖം മാത്രം കരുതലാനുള്ള എന്നെ പോലുള്ളവർക്ക് ഇപ്പോൾ ജീവിക്കാൻ കൊതിയായി. അവൻ ഈ വഴി വരുമെന്ന് ആര് പറഞ്ഞു നിന്നോട്? നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്റെ മനസ്സിന്റെ ചുവരുകൾക്കുള്ളിൽ ആരോ നിരന്തരം മന്ത്രിക്കുന്നു. വരാതിരിക്കില്ല. ഞാൻ കാത്തിരിക്കും. ഇല്ല, അവൻ വരാതിരിക്കില്ല. അപ്പോൾ അതാണ് കാര്യം. ഇവൻ ഈ തൊഴിലെല്ലാം കൊണ്ടിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന രഹസ്യം അതാണ്. അതേ ചങ്ങാതിമാരെ, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്റെ അന്ധമായ നേത്രങ്ങളെ കൊണ്ട് ഞാൻ അവനെ കാണുന്നു. ചേടാ, ഇത് വലിയ പല്ലാപ്പായി പോയല്ലോ. ഏതോ ഒരുവൻ ഈ വഴി വരുന്നതുകൊണ്ട് നിനക്ക് എന്താണ് നേട്ടം? അവൻ വിമോചകനാണ്.
കാഴ്ചയും സകലത്തെ കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാനാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം ഗുരുതരമാണ്. ഇനിയും ഇവനിവിടെ നിന്നാൽ നമ്മുടെ കഞ്ഞി പാറ്റ വീഴും. കടന്നു പോകണം. എഴുന്നേക്കണം. ഞാൻ കാണിച്ചുതരാം. ഒരു ദിവ്യ സംഗീതമാണല്ലോ ഞാൻ കേൾക്കുന്നത്. അതാ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന അതേ ശബ്ദം. അതെ, അത് അവൻ തന്നെ, അവൻ തന്നെ. രക്ഷക, എനിക്ക് വെളിച്ചം തരയണമേ, എന്റെ കണ്ണിന് കാഴ്ച തരയണമേ. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. രക്ഷക, എന്റെ കണ്ണിന് കാഴ്ച തരയണമേ. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. മകനെ, അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ദൃഢചിത്തതയോടെ കാത്തിരുന്ന നിന്റെ വിശ്വാസം മഹനീയമാണ്. നിന്റെയോ നിന്റെ മാതാപിതാക്കളുടെയോ പാപം കാരണമല്ല നിന്റെ അന്ധത, മറിച്ച് ദൈവത്തിന്റെ ശക്തി നിന്നിൽ പ്രകടമാകേണ്ടതിനാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചേക്കും. പോയി ശീലോഹ കുളത്തിൽ കഴുകുക. എനിക്ക് കാഴ്ച കിട്ടി, കാഴ്ച കിട്ടി. എല്ലാം കാണാം. എനിക്കും പ്രകാശം കാണാം. എനിക്ക് പ്രകാശം കാണാം. എനിക്ക് നിങ്ങളെ കാണാം.
എനിക്ക് ലോകം കാണാം. എനിക്കിപ്പോൾ കുളിരങ്ങൻ കാണാം. എനിക്ക് കാഴ്ച കിട്ടി. എനിക്കിപ്പോൾ എല്ലാം കാണാം. എല്ലാം കാണാം. നിന്റെ വിശ്വാസത്തിനൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ഇപ്പോൾ ഈ സത്യം നീ പുറത്തു പറയരുത്. കാരണം നൂറ്റാണ്ടുകളായി നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധമായി ആചരിച്ചു വരുന്ന സാപത്തിന്മേൽ ചെളിവാരിക്കപ്പെട്ട കർമ്മമാണ് ഈ കർമ്മം. ഇത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. ഈ തൽക്കാലം ഞങ്ങളോടൊപ്പം നിൽക്ക്. ശാന്തമായി ചിന്തിക്കേ. സാപത്തിൽ ഇങ്ങനെയൊരു അത്ഭുതകർമ്മം നടക്കുവാൻ പാടില്ലായിരുന്നു. പക്ഷേ നടന്നു. തുടച്ചു നീക്കേണ്ട ദിനാചാരങ്ങളുടെ തുടക്കം എന്നിൽ നിന്ന് തന്നെയാകട്ടെ. സാപത്തിലും നന്മ ചെയ്യാൻ കഴിയുമെന്ന് ലോകം അറിയട്ടെ. ഹേ ചെറുപ്പക്കാര, അറിയാമല്ലോ, സമ്പത്തിന്റെ സ്ഥാനമാനങ്ങളുടെ മേഖലന്മാരാണ് ഞങ്ങൾ. ഇവിടെ നിന്നാൽ സമ്പന്നനാക്കാം, ആരാധ്യനാക്കാം. ഇല്ല, ഇവനോട് തർക്കിക്കുന്നതിൽ യാതൊരു ഫലമില്ല. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നും വേണ്ട. ആളുകൾ വേണ്ടത് അവരെ വിട്ടേക്കോ. ഇത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. എന്തിനീ കണ്ണീന് കാഴ്ച തന്നു, എന്തിനീ ഇരുളിൽ വെളിച്ചമായി നീ, എന്തിനീ കണ്ണീന് കാഴ്ച തന്നു, എന്തിനീ ഇരുളിൽ വെളിച്ചമായി നീ. സത്യത്തിനും ശവമഞ്ചം തീർക്കുന്ന ഗൂഢതന്ത്രങ്ങൾ തൻ ശരമേൽക്കുവാനോ, സത്യത്തിനും ശവമഞ്ചം തീർക്കുന്ന ഗൂഢതന്ത്രങ്ങൾ തൻ ശരമേൽക്കുവാനോ, എന്തിനീ കണ്ണീന് കാഴ്ച തന്നു, എന്തിനീരുളിൽ വെളിച്ചമായി ന്യായവിസ്താരം ആരംഭിക്കാം. സാപത്തിന്മേലുണ്ടായ അകൃത്യത്തിന് കൂട്ടുനിന്ന ഈ ചെറുപ്പക്കാരന് പരമാവധി ശിക്ഷ നൽകുന്നത് സാമുദായിക താല്പര്യം സംരക്ഷിക്കുന്നതിന് അനിവാര്യമായതിനാൽ ഇവൻ കുറ്റക്കാരനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു.
സമാധാനത്തിന് തുരങ്കമറ്റ് ഇവൻ രാജ്യദ്രോഹിയാണ്. ഇവൻ കുറ്റക്കാരനാണെന്ന് ഞാനും സാക്ഷ്യപ്പെടുത്തുന്നു. വ്യവഹാരം പഠിച്ചത് സമുദായ താല്പര്യം മുൻനിർത്തി ഇവൻ കുറ്റക്കാരനാണെന്ന് നീതിപീഠം വിലയിരുത്തുന്നു. ആയതിനാൽ ഇയാൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുവാൻ നാം വിധി പ്രസ്താവിക്കുന്നു. മേലിൽ ഇയാൾക്ക് സമുദായവുമായോ സമുദായ വിശ്വാസികളുമായോ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കുവാൻ പാടില്ലാതാകുന്നു. ആയതിനാൽ ആളുകൾ ഇയാളെ പുറം ജാതിയായി കണ്ട് ഒഴിവാക്കേണ്ടതാണ്. എനിക്ക് പരിഭവമില്ല. കാരണം നിങ്ങളുടെ അധികാരം നിങ്ങൾക്കും എന്റെ വിശ്വാസം എനിക്കും അവകാശപ്പെട്ടതാണ്. എങ്കിലും ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ സത്യത്തെ ഈ ലോകത്തോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. ഞാൻ നസ്രായനായ യേശുവിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാമതു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാമതു കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ.